ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ്. കോവിഡ് കാലത്ത് ഡിസ്കൗണ്ടുകൾ തേടി അലയണ്ട. തൊട്ടടുത്ത കടകളിലെ ഓഫറുകൾക്ക് ക്യൂ ഡിസ്കൗണ്ട്സ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ദുർഗ വന്നതിന് ശേഷം ദുർഗ പറഞ്ഞ പോലെ ദുർഗയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാ. അപ്പൊ നേരത്തെ ഇവിടെ ആയിരുന്നു ദുർഗ നിന്നിരുന്നത്. പക്ഷെ പഞ്ചോട് കൂടിയാ ചിങ്ങനമുണ്ട് അടിക്കാനേ അവിടുന്ന് വന്നാൽ കുറച്ചും കൂടെ മാസമായിരിക്കും. അതുകൊണ്ട് പോയിരിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദേവിയാണ്, മനസ്സിലായോ? സിംഹത്തിനെ പുറത്ത് കെട്ടിയിട്ട് വന്നേക്കുക, തിരിച്ചു പോകുമ്പോ അതിന്റെ പുറത്ത് കയറുന്നു. അല്ല ലക്ഷ്മി തോക്കുമെന്ന് ഞാൻ നേരത്തെ കൂടി എനിക്കൊരു മനസ്സിൽ സംഭവം വന്നു. പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും വെല്ലുവിളി അവിടെ ഒരു നല്ല കഴിക്കാൻ കൊടുത്തേ. പക്ഷെ എന്നാലും ഞാൻ എന്റെ ടീമിന്റെ കൂടെയാണ്. നമ്മൾ ജയിക്കുന്ന ഉറപ്പായിരുന്നു. കാര്യം ഇത്രയും നാളും ഇല്ലാത്തൊരു ദേഷ്യവും ഒരു ഭ്രാന്തുമായിരുന്നു ഈ ഷിയാസിന്. ഗെയിം ജയിക്കണം അത്രയ്ക്ക് വാശിയും. ഈ തലക്ക് സുഖമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അതേ വെപ്രാളമാണ് ഇവിടെ. തലക്ക് സുഖമില്ലാത്ത ആൾക്കാരോ? അപ്പൊ നീ അവന് തലക്ക് സുഖം ഉണ്ടെന്നാണ് പറഞ്ഞു. ചേട്ടാ അത് വേറെ ഒന്നുമല്ല, ഷിയാസിന് പെങ്ങൾക്ക് വേണ്ടിട്ട് ജയിച്ച് കാണിക്കണം. അല്ല മോശമല്ലേ അളിയന്റെ മുമ്പ്? അല്ല അപ്പൊ അങ്ങനെ അടി വാങ്ങാനായിട്ട് ഈ ഹസ്ബൻഡിന് സന്തോഷമേ ഉള്ളൂ അല്ലേ? നമ്മൾ ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും അത് അംഗീകരിക്കണം. ഞങ്ങളെ ടീം അംഗീകരിച്ചു. വെരി ഗുഡ്. പിന്നെ അംഗീകരിക്കാതിരുന്ന ദുർഗാദേവിയും ടീമും വെറുതെ ഇരിക്കുവോ? അല്ല, ദുർഗാദേവിയുടെ ടീം ഇത്രയും സൈലന്റ് ആയിരുന്നു. ഇപ്പൊ ജയിച്ചപ്പോഴാണ് നാവ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു നാൾ ഇങ്ങ വന്നിട്ട് കൂടുതൽ ഡയലോഗ്സ് അടിക്കുന്നില്ല, ഞങ്ങള് കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഡയലോഗ് അടിച്ചിരിക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അപ്പൊ ആ ഒരു മാസ് എൻട്രി പ്ലീസ്. കൂട്ടമണി, അടി ദുർഗാ കൂട്ടമണി. Bro, come on. Come on, brother. എത്ര അടിയാണ് പ്ലാൻ ഉള്ളത്? 3 അടി. 3 അല്ലേ ഉള്ളൂ. ദുർഗ കണ്ടാ അടി. എന്റെ മുമ്പ് നിന്റെ ഭർത്താവിന് അടിക്കാത്തേ. പൊന്നാങ്ങളെയാണെങ്കിൽ പൊന്നു പെങ്ങള് പറയണത് പലതും കേൾക്കേണ്ടി വരും. ഈ കാര്യത്തില് പെങ്ങള് പറഞ്ഞ കേൾക്കാറില്ല. എന്തിനാടാ കെട്ടിയോനത്തല്ലി കെട്ടിയോനത്തല്ലി എന്നൊരു പേര് ദോഷം. എന്റെ ഭർത്താവിനെ ഞാനുള്ളപ്പോ അങ്ങനെ ഞാൻ അടിച്ചോളാം. ലക്ഷ്മി, ഈ സ്റ്റാർ മാജിക് ഫ്ലോറിൽ ഇപ്പൊ സ്റ്റിൽ ഏറ്റവും പവറിൽ അടിക്കുന്ന ആരാണ്? സിസിക ഏറ്റവും പവറിൽ അടിക്കുന്നത്. സിസിക എന്റെ എത്ര അടി കൊണ്ടുണ്ട്? ഒരുപാട് അടി, നല്ല സൂപ്പർ അടിയാണ്. അത് പെട്ടെന്നൊരു വരുത്തം വന്നിട്ട് ഇവിടെ വന്ന് എന്നെ അടിച്ചിട്ട് പോവാൻ പറ്റും. ഞാനുള്ളപ്പം എന്റെ ഭർത്താവിന്റെ മേത്ത് വേറൊരാ. അത് ചേട്ടൻ പറട്ടെ, നീ ഗെയിമല്ലേ, കളിയിലുള്ളതാണിത്. അല്ല, അത് എന്ത് ഗെയിം ആണെങ്കിലും ഇനി എത്ര വലിയ ജാസ്തനാണെങ്കിലും ഞാനുള്ളപ്പം എന്റെ ഭർത്താവിനെ ഞാൻ സമ്മതിക്കില്ല. മുമ്പെന്നാണെങ്കിലും ബാക്കെന്നാണെങ്കിലും പുള്ളിയെ തുടർന്നെങ്കിലും ഞാൻ ഇവിടുന്ന് പോണം. എന്ത് ഗെയിം ആണെങ്കിലും ശരി. എല്ലാവർക്കും മനസ്സിലായി ഷിയാസിന്റെ മനസ്സിൽ അത്രയും ആഗ്രഹമുണ്ട് എന്നെ അടിക്കണമെന്ന് അല്ലേ? ഗെയിമായിട്ട് കണ്ടേക്കണേ. ഷിയാസ് ഒരു പക്ഷെ ഗെയിമായിട്ടായിരിക്കും, ദുർഗ പക്ഷെ ലൈഫായിട്ടാണ് കാണുന്നത്. ഷിയാസെ ഇവര് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഷിയാസിന്റെ അടി എന്ന് പറഞ്ഞാൽ സത്യം പറയട്ടെ ഒരു 1.5 അടിയാണ് കേട്ടോ. അത് ശരിയാവില്ലേ ഷിയാസെ? കുഴപ്പമില്ല, ഒറ്റടിയില്ലേ ഷിയാസ് കൊടുത്തു. ദുർഗ മാറ്. അയ്യോടാ പാവം. ബ്രോ പറ, എന്താ അടിക്കണോ? കുഴപ്പമില്ല, ഓക്കെ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ല, ദുർഗ സമ്മതിക്കില്ല. എനിക്കിത് കണ്ടിട്ട് മനസ്സ് വരുന്നില്ല മോത്തേക്കൊക്കെ ഇട്. അതാണ് സാധാരണ ആങ്ങളമാരൊക്കെ പെങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന്. ബ്രോ പറ, ബ്രോ അർജുൻ ബ്രോ പറ, ഞാൻ തല്ലണ്ടേ? ബ്രോ തല്ലണ്ടേ പറ. നിങ്ങളെ ടീമിൽ നിന്ന് ആര് തല്ലണം നിങ്ങൾ തീരുമാനിക്കുക. തല്ല് കൊള്ളാൻ ഞാൻ റെഡിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അർജുൻ എന്നെ അടിച്ചോളൂ, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, അടി ഏറ്റുവാങ്ങണ്ടേന്ന് പറയുന്ന അർജുന്റെ തറവാടിത്തമാണ്. അടിക്കാണ്ടിരിക്കണം നമ്മുടെ ഒരു അതെ തറവാടിത്താണ്, നമ്മുടെ തറവാടിത്തമാണ്. എങ്ങനെ തറവാട്? എന്റെ തറവാടിലത്തും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ ടീം തീരുമാനിച്ചോട്ടെ, ഞാൻ ഇടപെടുന്നില്ല. എനിക്കതല്ല, നമ്മുടെ ടീമിലെ ക്യാപ്റ്റൻ ഇങ്ങനെ തിരിയുന്ന എന്താണ്? ഗെയിമും പോവും നിങ്ങളും പോവും. അല്ല, ഞാൻ കാണിച്ചു അർജുൻ അടിക്കണമെന്ന് താല്പര്യമുള്ളവർ കൈബുക്കുക. അടിക്കരുത്,
അർജുനെ അടിക്കരുത്. അല്ല നമ്മൾ അന്തസ്സായിട്ട് വാങ്ങണം. നമുക്ക് കിട്ടേണ്ട അടി നമ്മൾ അല്ല നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല അല്ലേ? അത് അദ്ദേഹമാണല്ലോ മേടിക്കുന്നത്. നിനക്ക് വല്ലവരോട് അടി മേടിച്ചോളാം പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ ബിനു അടിമല്ല, ഞങ്ങൾ അന്തസ്സുള്ള ടീമാണ്. ഞങ്ങൾ അടി കൊണ്ടുവരും. നിങ്ങൾ കൊണ്ടോ? അതെ, ഉണ്ട്. അല്ല എന്റെ കൂടെ 3 അടി ഷെയർ ചെയ്യാനിട്ട് ഒരടി ആള് വാങ്ങാൻ തയ്യാറാണെന്ന് ആള് പറയുന്നത്. ഞാൻ തയ്യാറാണ്. അവൻ അടി കിട്ടിയാലും കിട്ടിയാലും ഷെയർ ഇടുന്ന ആളാണ്. നമ്മള് അന്തസ്സോടുകൂടി പറയുന്നു നമ്മൾ അടി വാങ്ങാൻ തയ്യാറാണ്. മതി മതി മതി, ഞാൻ അടിക്കുന്നില്ല. എനിക്കിത് കേട്ടാ മതി. നീ അടിച്ചിട്ട് പോയാ മതി. എനിക്കിത് കേട്ടാ മതി. നീ അടിച്ചിട്ട് പോയാ മതി. അന്തസ്. പക്ഷെ ഇത് ദുർഗയ്ക്ക് വേണ്ടി മാത്രം കേട്ടോ. ദുർഗയ്ക്ക് വേണ്ടി ദുർഗ അടിച്ചോ, അടിക്കും. എന്റെ ആ പേരിൽ ഒരു കെട്ടിപ്പിടുത്തം വല്ല കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞോ? നാടകം കഴിഞ്ഞോ? ഡിസപ്പോയിന്റഡ് ആയി. അത് ദുർഗയ്ക്ക് ആ ഒരു കെയർ കണ്ടിട്ട്, എന്നോടുള്ള കെയർ കണ്ടപ്പോ ആള് വിഷമായി പോയതാണ്. അതാണ് പുള്ളിക്ക് തല്ലാത്തല്ല, കെയർ ചെയ്യണോ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഗസ്റ്റിനെ അടിച്ചിട്ടില്ല. ഒരു ഗസ്റ്റിനെ ഞാൻ അടി കൊണ്ടിട്ടുള്ളൂ. എല്ലാവരും ഞാൻ അടിക്കാറില്ല ആരും. അർജുൻ അടിച്ചോട്ടെ. ഓക്കെ, ടീമല്ലേ? കെട്ടിയവനെ തല്ലി പോണേന്ന് പറയിപ്പിക്കണം. ഇതെന്നാ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത്? ഇതെന്തേ താമസിച്ചു എന്നോർത്തിരിക്കുവായിരുന്നല്ലേ. ഇതിനു വേണ്ടിട്ടായിരുന്നു ആ കെയറിങ്. അല്ല, ഇതിനു വേണ്ടിയുള്ള ആക്ടിങ് ആയിരുന്നു. ഞങ്ങളുടെ ബ്രദറിനെ എങ്ങനെ അടിക്കണ്ട. അപ്പം നമുക്ക് ഈ ബ്രദറും വേണം, ഈ സിസ്റ്ററും വേണം. നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. ഈ അടി ഉണ്ണേട്ടിന് പകരം നമ്മുടെ അസിസ്കട്ട വരൂ. മതി. നല്ലൊരു കൈ. ആഹ്ലാദിപ്പിൻ ബാബ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജയിപ്പിക്കുന്നു. എന്തായാലും ഞാൻ ജയിപ്പിക്കുന്നു. ഞങ്ങളെ ജയിപ്പിക്കുന്നു. ഞാൻ അടിക്കില്ല. ഞാൻ ആരടിക്കില്ല എപ്പിസോഡിൽ. അപ്പൊ എന്നെ ആരും അടിക്കൂലേ? ഈ വിഷമത്തിലാണോ ഷിയാസെ? നൊയമ്പ് കഴിഞ്ഞിട്ട് മാറി. വേറെ റൂട്ടിൽ പോകാനുള്ള താടി വളർത്തിക്കൊണ്ടിരിക്കുക. ഞാനേ പെങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തു. എന്താ പെങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തു. ഇനിയിപ്പോ അവൻ ആലുവ വഴി കാണണ്ടേ എങ്ങനെയാന്ന്? ഷിയാസിന്റെ അടി ഒന്ന് കാണണം. കാണണം, വരൂ. 1 മില്യൺ ആണ് പുള്ളിയുടെ ഒരടിയുടെ തൂക്കം. അല്ല, ഞാനിപ്പോ ഈ എപ്പിസോഡിൽ ആരടിക്കില്ല. ചെല്ലടാ. സീറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആശാനാണ്. അല്ല, എന്റെ അടി പറഞ്ഞ കേട്ടില്ല. എന്റെ സ്വഭാവം ഞാൻ മർമ്മം നോക്കി ഒരു കുത്തങ്ങാണല്ലോ. ദുർഗ പറഞ്ഞടിക്കാം. ആരെങ്കിലും അടിക്കേ. ഗതികേട്. അടിക്ക്. ഇതാണ് ഷിയാസിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ചാർട്ട് അടിയിലേക്ക് പോവാണ് നമ്മള്. പതുക്കെ അടിച്ചാൽ മതി. നീ എന്നുള്ള ചോരതല്ല ലൈവ് ആയിട്ട് കാണണമെങ്കിൽ ഫ്രണ്ടിൽ വന്നു. ആ വൈറ്റ് ഷൂസിൽ ചോര തെറിക്കുവേ. ദൈവമേ, അത് ചീറ്റി പോകാതിരിക്കണേ. മൂന്നടി. അല്ല, ഒറ്റ അടിയുള്ളൂ. ഒരടി 3 അടിക്ക് പകരം ഒരടി അടിച്ചാൽ മതി. അടിയാ 1 എന്ത് 2 എന്നെ അടിക്കാൻ 3. എങ്ങനെയുണ്ട്? നിങ്ങൾ രക്ഷപ്പെട്ടതാട്ടാ. വെൽക്കം. എനിക്കിപ്പോ അർജുൻ ചേട്ടൻ അടിച്ച പോലെ തന്നെ. അസീസിനെ അർജുനെ എന്ന് പറഞ്ഞ അടിച്ചേ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അളിയാന്ന് പറഞ്ഞിട്ട് രണ്ടിലും ആ ഉണ്ടല്ലോ, അസീസും അർജുനും. അസീസിക്കന്നെ ഞാൻ നേരത്തെ ഉന്നം വെച്ചതാ. പ്ലീസ്. എന്നിട്ട് എന്നെ തത്തമ്മ വന്ന് അടിക്കത്തോ? റെഡി 1 അടിക്കൂ 3 സ്റ്റാർട്ട്. തന്ന വിധിയല്ലേ നീ ജീവരാഗ മധുവല്ലേ. ഇപ്പോഴാണല്ലേ ആ ഭയാനകമായത്. ശാന്തം. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിനക്ക് വട്ടാന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനാ പറയുന്നത്? പക്ഷെ നീ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞു, ഞാൻ കേട്ടു. നിങ്ങൾ രണ്ടുപേരും മുഖ്യാർ കൊണ്ടുപോകും. എന്റെ പൊന്നെ നശിപ്പിച്ചു. ഞങ്ങളുടെ ടീമിലെ പാട്ടുകാരനാണ്. ഗാനമേള ആരംഭിക്കുകയാണ്. ഏത് പാട്ടാണ് തന്നോട് ഡാൻസ് ചെയ്താൽ അടിയുടെ ആഘാതം കുറയും. അടി എന്നടീറക്കമ്മ പല്ലാക്കി നിടുപ്പ് എണ്ണഞ്ച് കുലുമടി.
இது கண்ணாடி மூக்கூத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி அடி என்னடி ராக்கம்மா அல்லாக்கி நெடுப்பு என் நஞ்சு குலுங்குதடி சிறு கண்ணாடி மூக்கூத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி செய்வான சக்கரத்தி வள்ளி குரத்தி நம்ம கதையிலே நடக்குதடி செய்வான சக்கரத்தி வள்ளி குரத்தி நம்ம கதையிலே இருக்குதடி சிங்கார மதுரை வெள்ளையம்மா கதை தினம் தினம் நடக்குதடி சிங்கார മധുരയിൽ വെള്ളയമ്മ കഥ ദിനം ദിനം നടക്കുതടി. എനിക്കിത് കണ്ടപ്പോൾ എന്താ ഓർമ്മ എന്നറിയോ? ഈ സർക്കസുകാരുടെ കൂടെ ഒരു കുരങ്ങൻ കാണുമല്ലോ പൈസ മേടിക്കാൻ പാത്രമായിട്ട്. എനിക്ക് അതുപോലെ തോന്നി കേട്ടോ അസീസ. പോയി ആ കുരങ്ങന്റെ വാലാണ് കയ്യിരിക്കണത്. ഓക്കെ മോളെ, നല്ല ഡാൻസ് ആയിരുന്നു. അപ്പൊ അടി ഇച്ചിരി കുറയ്ക്കാം. ഓക്കെ, അടി കുറച്ചേ ഞാൻ നിന്റെ പുറം ഞാൻ പൊളിക്കും. എന്തോ ചേട്ടാ ഒരാൾ ഇങ്ങനെ പറയുമ്പോ சிறையடிப்பே ஒன்னு ரெண்டாக இருக்கட்டுமே. പൊടിയെല്ലാം പോയല്ലോ. ഇനി ഒന്നിക്കൂ. അല്ല, നമുക്ക് 3 അടി അടിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മയിലെ പഴയ കൊച്ചു വലുതായതാ. കളരി മർമ്മവും ചികിത്സയൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു കുട്ടി എന്നെ അടിക്കും. വിനയ് ചന്ദ്രൻ അടി കൊള്ളാൻ പോകുന്നു. ഇല്ല, അടി വാങ്ങുന്നതിന് മുമ്പേ ഒരു പാട്ട് പാടി, എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട്. ഇത് രണ്ടുപേരി നീ പറഞ്ഞോണ്ട്. ഓ ഇല്ല, परदेसी मेरा यारा ओ भूल न जाना तुम याद रखना अड़ी कहीं भूल न जाना परदेसी परदेसी जाना नहीं मुझे छोड़ के വയറുവേദന സുധിയണ്ണന് വയറുവേദന ആരെങ്കിലൊക്കെ പിരിവെടുത്ത് സഹായിക്കണം, ആശുപത്രി കൊണ്ടുപോകാൻ. പാവം. കളരി ഇടതു മാറി വലത്തി ചവിട്ടി. തെമ്പാണ്ടി ചീമയിലെ തേരോടും വീതിയിലെ മാൻ പോലെ വന്നവനെ യാരടിച്ചാരോ 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 ഒഴുകും നിലവേ തേയാത് ഇനിയും അഴുത് തേമ്പാത് അഴുതാ മനസ്സ് താങ്കാത് അഴുതാ മനസ്സ് താങ്കാത് മറുപടിയുമായി വന്ന് ഞാന് ബേക്കടിച്ച് പൊളിച്ചിടുവേൻ ഒരു നാളിൽ കാത്തിരുന്തോ തിരുമ്പി വരുന്നാനേ തിരുമ്പി വരുന്നാനേ. അടികൊണ്ട് ചീഞ്ഞ എന്നെ പിന്നെ അടിക്കാൻ വിളിക്കാണോ? അല്ല, ആ സന്തോഷം. ഷാഫിയുടെ ചാറെടുത്തല്ലോ ചാറെടുത്തല്ലോ, ഷാഫിയുടെ ചാറെടുത്തല്ലോ ചാറെടുത്തല്ലോ, ഷാഫിയുടെ ചാറെടുത്തല്ലോ ചാറെടുത്തല്ലോ, ഷാഫിയുടെ ചാറെടുത്തല്ലോ ഷാഫിയുടെ ചാറെടുത്തല്ലോ. കഴിഞ്ഞ ദിഗംബരനെ കാവ്യമാധവൻ തല്ലാൻ പോകുന്നു. ഓക്കെ, എങ്ങനെയുണ്ടാ കയറ്റി വെച്ചത്? എന്തായാലും അവർ തിരിഞ്ഞിരിക്കും. ഞാൻ ചെറിയൊരു ടാസ്ക് നിങ്ങൾ അവിടെ ഉണ്ടായി നമ്മൾ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ. 4.5 വർഷമായി കാണുന്നത്. ഞാൻ ഒരു സ്വിച്ച് ഇടും. അപ്പൊ ചേട്ടൻ ഈ ഷോക്ക് ഏറ്റതുപോലെ അഭിനയിക്കണം. നീ ഇത്രയും അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രണ്ടുപേരും മാത്രം കാണുന്ന എന്ത് ടാസ്ക് ആണത്? അത് കൊള്ളാം അല്ലേ? ആ ടാസ്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട ആ ടാസ്ക് കൊള്ളാം. ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ടാസ്ക് അല്ല, ഇതെവിടെയാണ് ഈ ടാസ്ക് നടക്കുന്നത്? ഇപ്പൊ കാണിച്ചത് എങ്ങനെയാണ്? അതെ, അവരെല്ലാം തിരിഞ്ഞിരുന്നല്ലോ, അവരെല്ലാം അവര് TV-ക്ക് പുറത്താണ്. ക്യാമറമാർ ഇറങ്ങിപ്പോയി, ഇതാ ഗസ്റ്റും തിരിഞ്ഞിരിക്കുന്നത്. അവർ പോട്ട്, നമ്മൾ രണ്ടുപേരും മാത്രം പോരെ. ടാസ്ക് ഇതാണ്, ഞാൻ സ്വിച്ച് ഇടും. ചേട്ടൻ ഷോക്ക് ഏറ്റതുപോലെ അഭിനയിക്കണം. ഷോക്ക് ഏറ്റതുപോലെ അഭിനയിക്കണം. കണ്ട് 4 വർഷമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. ഇനി എന്തോന്ന് അഭിനയം? ഈ അഭിനയം ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് ഓസ്കാർ കിട്ടിയേനെ. പറ, നീ ഒന്ന് കാണിച്ചത്.
അതൊന്ന് കാണിച്ചെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അഭിനയം വലിയ അറിയില്ല. നീ അല്ലേ സീരിയൽ ആർട്ടിസ്റ്റ്, ഒന്ന് അഭിനയിച്ച് കാണിച്ചത്. അല്ല നമ്മൾ സീരിയലിൽ ഷോക്ക് ഏറ്റതുപോലെ ഇതുവരെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അല്ല നിന്നെ സീരിയൽ ഞാൻ ഒരു സീരിയൽ തിരക്കുമ്പോൾ നിന്നെ ഷോക്ക് അടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കാമോ? നോക്കാമോ? തിരിഞ്ഞു നോക്കാമോ? അയ്യോ അയ്യോ, ഞങ്ങൾ കുടുംബ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നേ. ശരി. അങ്ങോട്ട് സൂപ്പർ ഫാസ്റ്റ് ഇരിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരി. അഭിനയിക്കും. ഹലോ, ഈ ആർട്ടില് അത് മറ്റേ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് തരണേ. ഇനി എന്റെ ദൈവമേ, പലതും നഷ്ടപ്പെടുന്നുമ്പേ എന്റെ ടെക്നിക്കൽ സ്റ്റാഫ് ആ ലൈറ്റ് ഒക്കെ ഇട്ട്. ഇനി പറ എന്താണ് സംഭവം? ലൈറ്റിന്റെ സംഭവം പറ. അതായത് ഞാൻ സ്വിച്ച് ഇടും, ചേട്ടൻ ഷോക്ക് ചെയ്തതുപോലെ അഭിനയിക്കണം. നീ ഇതുവരെ സ്വിച്ച് ഇട്ട് തീർന്നില്ല. അഭിനയിക്കണം. എടി നീ എനിക്കൊന്ന് അഭിനയിച്ച് കാണിച്ചു. ഞാൻ ഒരു കാര്യം, നീ എനിക്ക് അഭിനയിച്ച് കാണിച്ചാ. ഞാൻ സ്വിച്ച് ഇടാം. എവിടെ സ്വിച്ച് ഇടേ? എന്റെ ചെവിയിൽ നുള്ളിയാൽ മതി. ചെവിയിൽ കയ്യില് നുള്ളിയത്. ചെവിയിലാ സ്വിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ ഈ സ്വിച്ച് ഇരിക്കുന്ന സ്ഥലം. ആയിട്ടിട്ട് നീ അഭിനയിച്ച് കാണിച്ചേ. അയ്യോ ലക്ഷ്മി എന്താ ഇത്? എന്താ എനിക്കറിയില്ല. അല്ല ചെയ്തൊന്നുമില്ല. എന്റെ 2 ബട്ടൺ പോയി. ഈ സൈസ് തീമാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി നിന്റെ കറണ്ട് പോണ സമയത്ത് നിന്നെ എന്റെ മുമ്പിലെങ്ങാനും വരരുത്, എനിക്കത്ര പറയാനുള്ളൂ. നിങ്ങൾ ഇതിനു മുമ്പേ കണ്ട ഒരു അനുവിനല്ല ഇപ്പൊ ഞാനിവിടെ കണ്ടത്. ഒരു കാര്യം, ചേട്ടന് കാണിക്കാൻ പറ്റുമോ? അല്ല അത് കൊള്ളാം, അത് കൊള്ളാം. കാണിക്കാൻ പറ്റുമോ? എടാ ഇരുട്ടായത് നിങ്ങള് കണ്ടില്ല, ആ ഞാൻ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന്. ഇന്നസെന്റ് സാറിന്റെ ആ എക്സ്പ്രഷൻ ഉള്ള ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കൊന്നിട്ടെ ഒരു ഭാവിയുണ്ട്. ഞാൻ എങ്ങനെ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്താ മണ്ടത്? എന്റെ ദൈവമേ, എനിക്കിനി വയ്യ സ്വിച്ച് ഇടാൻ. എന്നാ ഓക്കേ, ശരി, ഞാൻ സ്വിച്ച് ഇടാം. ഞാൻ സ്വിച്ച് ഇടാം. ശരി. എന്താന്ന് സ്വിച്ച് ഇട്ട് ഇങ്ങനെ സ്വിച്ച് ഇടുന്ന ഏത് സ്വിച്ചാണ്? സ്വിച്ച് ഇടുന്നത് ഇങ്ങനെയല്ലേ? ഇങ്ങനെ സ്വിച്ച് ഇടുന്നത് ഇത് തോർത്ത് പിഴി പോലത്തെ സ്വിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സ്വിച്ച് ഇട്ടു. ശരി. എന്താണ് കോമഡി? എന്താണ് ഇത്? ആ കോമഡി. ഈ കോമഡി ഒന്ന് കോമഡി അല്ല, എന്താണ്? ഇതൊന്ന് കണ്ടിട്ട് ഷോക്ക് ഏറ്റുമ്പോ ഓൾറെഡി നമ്മൾ എടുത്തിട്ട് അടിക്കുമല്ലോ, അപ്പൊ നിന്നു അത്ര തന്നെ. അതാണ് ആസീസേ, അതാ സാധനം നിനക്ക് മനസ്സിലായി. ഇത് ഓഫ് ബീറ്റ് സാധനം. അത് പറഞ്ഞ ഈ കോമഡി? ഈ കോമഡി പറഞ്ഞ അസിസൊക്കെയാണ്, ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. സൂപ്പർ കോമഡി. ലൈറ്റ് ഓഫ് സമയത്ത് അവിടെ എന്താ നടന്നു ഇതുവരെ പറഞ്ഞില്ല. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തുന്നത്. അടി കിട്ടാതിരിക്കോ? അത് ഇതിനകത്തുള്ള രഹസ്യമാണ്, അത് പറയാൻ പറ്റില്ല, അത് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ വല്ല സ്വിച്ച് പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സ്വിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. നല്ല സ്വിച്ച്. പക്ഷെ വേറെ കാര്യം, ഇതിന് ഇതുപോലെ ഈ തുരുമ്പെടുത്ത സ്വിച്ച് കൊണ്ടുവരരുത്. കാരണം സ്വിച്ച് ഇടാൻ ഒരല്പ പാടുണ്ട്. നല്ല എളുപ്പമുള്ള സ്വിച്ച് കൊണ്ടുവരണം. നമ്മുടെ ടീമിൽ നിന്ന് എല്ലാവരും കഴിഞ്ഞു. തലയ്ക്ക് വെളിവില്ലാത്തൊരു കൊച്ചാണല്ലോ എന്ന് കരുതി നമ്മൾ അങ്ങ് ക്ഷമിക്കുമ്പോ തല കയറിയിരുന്ന് അങ്ങ് കാഷ്ടിക്കും. അപ്പോ കൊച്ചിന്റെ ഫാൻസിന് വേണ്ടി ഞാനിതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തു. അവളക്കണ്ണി പിന്നെ കണ്ടു ഗുരുവായൂർ ഭഗവാനെ, ഇതുകൊണ്ടങ്ങ് തൃപ്തിയാക്കിയേക്കണേ. അങ്ങോട്ട് പൊലിപ്പിച്ചിട്ടും ദോശ പൊളിച്ച് പോകണേ, പൊങ്ങിയേക്കണേ. തിരിഞ്ഞേക്കാൻ ചേട്ടനുണ്ടോ നോക്കിയതാ. അല്ല, ഇതൊന്ന് ചൂണ്ടയിടുന്നത് അടിക്കുന്നത്. നിന്നെ കണ്ടു പോയി 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 ഇങ്ങനെ. അല്ല, ഇതൊന്നും കഴിഞ്ഞല്ലേ? ഒരു ബോധവും ഇല്ല, വെളിവും ഇല്ല. സ്വന്തം ടീമിന്റെ ബലൂൺ പൊട്ടിക്കേണ്ടതിന് പകരം എന്റെ ബലൂൺ പൊട്ടിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഇനി ആവർത്തിക്കോ? ഞാൻ നിങ്ങളുടെ ടീം വിജയിപ്പിച്ചു തന്നല്ലേ? നിങ്ങൾക്ക് വിവരമില്ലായിട്ട് നമ്മളെ പിള്ളേരെ എടുക്കണ്ട. നമ്മുടെ ടീം മെമ്പർ തന്നെയാണ് നമ്മളെ തോൽപ്പിച്ചത്. അതെ, എനിക്ക് ദിശ തെറ്റിപ്പോയി. അല്ല, നീ നേരത്തെ ഒന്ന് അടിച്ചല്ലേ? എന്നാ തെറ്റാത്തത്?
ഐശ്വര്യ നീ നേരത്തെ ഒന്ന് അടിച്ചല്ലേ? അതെ എന്നെ ആരെ അവക്ക് ഒരെണ്ണം അടിച്ചാൽ പറ്റില്ല, 2 3 ഒക്കെ അടിക്കണം. അതുകൊണ്ടാണ് ഒരു ദിവസം അവിടെ നിന്ന് അടിച്ച ചാട്ടവാറ അടി പോലും അടിയൊക്കെ കൊണ്ടിട്ട് എനിക്ക് തന്നെ അറിയാം. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കാം. വെറും 1000 രൂപയ്ക്ക് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭം.